ഒരു ടീസറോ ഗ്ലിംസോ ഒന്നുമില്ലാതെ തന്നെ ഹൈപ്പിന്റെ കൊടുമുടിയിലേറിയ ചിത്രമാണ് അയാങ് ഗെയിം. കിങ് ഓഫ് കൊത്തയുടെ വൻ പരാജയത്തിന് ശേഷം മലയാള സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ദുൽഖർ സൽമാന്റെ തിരിച്ചുവരവാണ് ഈ ചിത്രം. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമൊരുക്കിയ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രം ഇൻഡസ്ട്രി ഹിറ്റാകുമെന്നാണ് ആരാധകർ കരുതുന്നത്. ചിത്രത്തിന്റെ പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. തിയേറ്ററിൽ പ്രൊമോഷന് വേണ്ടി കൊണ്ടുനടന്ന സ്റ്റാഡിയകൾ പോലെ പോസ്റ്ററുകളാണ് ആരാധകരുടെ ശ്രദ്ധയാകർഷിച്ചത്. പക്കാ സ്റ്റൈലിഷ് ആയിട്ടാണ് പോസ്റ്ററിൽ ദുൽഖറിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ രീതിയിലുള്ള പോസ്റ്റർ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നായ കങ്കുവയുടെ പോസ്റ്ററും അയാങ് ഗെയിമിന്റെ പോസ്റ്ററും തമ്മിൽ സാമ്യതയുണ്ടെന്നാണ് ഇക്കൂട്ടത്തിലൂടെ കണ്ടുപിടുത്തം. രണ്ട് പോസ്റ്ററിൽ നായകൻ വെള്ള കോട്ടാണ് ധരിച്ചിരിക്കുന്നത്. പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ടും ഒരുപോലെ തന്നെയാണ്. കങ്കുവയിൽ സൂര്യയുടെ കയ്യിൽ തോക്കുണ്ടെന്നും അയാങ് ഗെയിമിൽ ദുൽഖറിന്റെ കയ്യിൽ തോക്കില്ലെന്നും മാത്രമാണ് വ്യത്യാസമെന്നും പോസ്റ്റുകളിൽ പറയുന്നുണ്ട്. AI ഉപയോഗിച്ച് ചെയ്ത പോസ്റ്റാണോ ഇതെന്ന് ചിലർ ചോദിക്കുന്നു. സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കങ്കുവ. എന്നാൽ ഹൈപ്പിനോട് നീതി പുലർത്താത്ത ചിത്രം വൻ പരാജയമായി മാറുകയും ചെയ്തു. ഫ്ലോപ്പായതിനൊപ്പം ചിത്രം വലിയ രീതിയിൽ ട്രോൾ മെറ്റീരിയലായി മാറുകയും ചെയ്തു. കങ്കുവയുടെ അതേ അവസ്ഥ അയാങ് ഗെയിമിനും വരുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്നു. എന്നാൽ അയാങ് ഗെയിമിന്റെ കങ്കുവയുടെ അവസ്ഥ ഉണ്ടാകില്ലെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഓണം റിലീസായെത്തുന്ന ചിത്രം ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കാൻ സാധ്യതയുണ്ട്. വൻ താരനിരയിലും ബജറ്റിലുമാണ് അയാങ് ഗെയിം ഒരുക്കുന്നത്. ദുൽഖറിന് പുറമെ ആന്റണി വർഗീസ് പപ്പ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്.